ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈലാശ്ശേരി വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഈ സ്നാക്സ് കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് 4-5 സ്ലൈസ് ബ്രെഡും 3 മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് വലിയ സവാളയാണെങ്കിൽ പകുതി സവാള, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളകും, ഒരു പച്ചമുളകും, കരിവേപ്പിലയാണ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. മഷി പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തൊന്ന് വന്നാൽ മതി. ഇതേപോലെ ക്രഷ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 3 മുട്ടയാണ്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് നേരത്തെ ചതച്ചുകൊണ്ട് വന്ന മിശ്രിതോ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച ബ്രെഡ് ഈ നേരത്തെ മുട്ട മിശ്രിതത്തിൽ മുക്കി നമുക്കിത് നിരത്തി കൊടുക്കാം. റൗണ്ട് ഷേപ്പിലാകാൻ വേണ്ടി കട്ട് ചെയ്ത് പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കി വേണം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാൻ. വളരെ ടേസ്റ്റിയാണിത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ബാക്കി വന്ന മുട്ടയുടെ മിശ്രിതം നമുക്കിതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റിനകത്ത് ഇത് കുക്കായി വരും. എന്നിട്ട് നമുക്ക് വേറൊരു പാനിലോട്ട് ഇത് ഇട്ട് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടറ്റവും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല സ്പോഞ്ച് പോലിരിക്കും. കണ്ട നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.